എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് മുമ്പ് കുറച്ച് വീഡിയോയിലായിട്ട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചെറിയൊരു പ്രഡിക്ഷനും എൻ്റേതായ രീതിയിലുള്ള ചില വിശകലനങ്ങളും എൻ്റെ ചില ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളൊക്കെ ഞാൻ പങ്കുവച്ചിരുന്നു. അതിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ എത്രത്തോളം ഉപതെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചു, ഞാൻ പറഞ്ഞ പ്രഡിക്ഷൻ, ഞാൻ പറഞ്ഞ ഭൂരിപക്ഷം എത്രത്തോളം ശരിയായി എന്നതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് വയനാട് മണ്ഡലത്തിലേക്ക് നോക്കിയാൽ, വയനാട് മണ്ഡലത്തിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് എത്രത്തോളം ഭൂരിപക്ഷം ഉണ്ടാകും എന്ന കാര്യത്തിൽ മാത്രം ഒരു ചർച്ച മതി, അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. വേറൊന്നും അവിടെ UDF സംബന്ധിച്ചിടത്തോളം പേടിക്കാനില്ല എന്നത് ഞാൻ പറഞ്ഞതാണ്. അത് അക്ഷരം പ്രതി ശരിയാവുന്ന രീതിയിൽ ഇലക്ഷൻ റിസൾട്ട് വന്ന സമയം തൊട്ട്, തപാൽ വോട്ട് എണ്ണി തുടങ്ങിയ സമയം തൊട്ടിട്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്രത്തോളം ഉണ്ട് എന്നത് മാത്രമായിരുന്നു ചാനലുകളുടെ ചർച്ച. കാണുന്ന നമ്മൾക്കും ആകാംക്ഷ ഉണ്ടായിരുന്ന ഒരു കാര്യം, പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഭൂരിപക്ഷം എത്രത്തോളം മുന്നോട്ട് കയറും, എത്ര ലക്ഷത്തോളം ഭൂരിപക്ഷം അവർ നേടും എന്നത് മാത്രമായിരുന്നു നമ്മുടെ മുമ്പിലുള്ള ഒരു ആകാംക്ഷ. പറഞ്ഞതുപോലെ തന്നെ വയനാടിൻ്റെ ചരിത്രത്തിലെ, കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആദ്യ തവണ രാഹുൽ ഗാന്ധി മത്സരിച്ച സമയത്ത് നേടിയ 4,32,000 സംതിങ് ആണെന്ന് തോന്നി. ഏതായാലും 4,30,000 സംതിങ്ങിൻ്റെ ആ ലീഡാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. ഇത്തവണ അത്രത്തോളം എത്തിയില്ലെങ്കിലും കൂടെ പേഴ്സൻറ്റേജ് വെച്ച് നോക്കുന്ന സമയത്ത് അന്നത്തേതിനേക്കാൾ കൂടുതൽ, അന്ന് 64 സംതിങ്ങേ ഉള്ളായിരുന്നു, ഇന്ന് 65% വോട്ട് തന്നെ പ്രിയങ്ക ഗാന്ധി പൂർണ്ണമായും നേടി. അതായത് മത്സരിച്ച മറ്റുള്ള പാർട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മറ്റുള്ള 2 പാർട്ടിക്ക് കൂടി നേടിയതിൻ്റെ 3 ഇരട്ടിയോളം വോട്ട് നമ്മുടെ പ്രിയങ്ക ഗാന്ധി നേടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, അവിടുത്തെ ഒരു സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആകെ പോൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് 9,57,571 വോട്ടാണ്. അതായത് ആകെ മൊത്തം ഉള്ള വോട്ടിൻ്റെ 64.22%. അതിൽ 64.99%, ഓൾമോസ്റ്റ് 65% വോട്ടും പ്രിയങ്ക ഗാന്ധിക്കാണ് പോൾ ചെയ്തത്. 6,22,338 വോട്ട്. LDF സ്ഥാനാർത്ഥിയായിരുന്ന സത്യൻ മൊകേരിക്ക് 22.08%, 2,11,407 വോട്ട്. BJP സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസിന് 11.48, 1,09,939 വോട്ട്. BJPക്ക് അവിടെ കെട്ടിവെച്ച ക്യാഷ് പോലും നഷ്ടപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ നോട്ടക്കും കിട്ടിയിട്ടുണ്ട് 5,406 വോട്ട്, അതായത് 0.57%. ഇങ്ങനെയാണ് അവിടുത്തെ ഒരു വോട്ടിംഗ് നില. ഭൂരിപക്ഷം 4,10,931 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് നേടാൻ കഴിഞ്ഞത്. ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ, പ്രഡിക്ഷനിലും മറ്റുള്ള വിശകലന വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ, അവിടെ ഭൂരിപക്ഷം എത്രത്തോളം കയറും, എത്ര ഉണ്ടാവും എന്നത് മാത്രമായിരുന്നു ചർച്ച. പലരും പറഞ്ഞിരുന്നു ഭൂരിപക്ഷം കുറയുന്നു, പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു ഭൂരിപക്ഷത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധി അവിടെ വിജയിച്ച് കയറി. ഇനി നമുക്ക് നേരെ ചേലക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ചേലക്കര മണ്ഡലത്തിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് ഒരു ചെറിയ വോട്ടിന് ചെറിയൊരു സാധ്യത ഉള്ളത് രമ്യ ഹരിദാസിനാണെന്നായിരുന്നു. അത് ഞാൻ പറയാനുള്ള പ്രധാന കാരണം, ചേലക്കര ഒരു സാധാരണക്കാര മണ്ഡലമാണ്. അവിടെ ഭരണവിരുദ്ധ വികാരം നല്ല ശക്തമായ രീതിയിൽ ഉണ്ടാവും എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഞാൻ പറഞ്ഞത്. സത്യമായിട്ട് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം നല്ല രീതിയിൽ പാലക്കാടും ചേലക്കരയിലും 2 സ്ഥലത്തും നല്ല രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അത് പറയാൻ കാരണം, പാലക്കാടിൻ്റെ കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. ചേലക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ എന്തായെന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ആയിപ്പോയി. അതായത് ഞാൻ ആദ്യം അവിടുത്തെ വോട്ടിംഗ് നില, കഴിഞ്ഞ തവണത്തതും ഈ തവണത്തും വോട്ടിംഗ് നില പറഞ്ഞുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ തവണ K രാധാകൃഷ്ണന് അവിടെ നേടിയിരുന്ന വോട്ട് ആകെ പോൾ ചെയ്ത് 1,53,315 83,415, ഓൾമോസ്റ്റ് 83,500 വോട്ടും, അതായത് 54.5% വോട്ടും K രാധാകൃഷ്ണനായിരുന്നു പോൾ ചെയ്തത്.
UDF സ്ഥാനാർത്ഥിയായിരുന്ന C കൃഷ്ണകുമാർ 44,015 വോട്ട്, അതായത് 28.71% വോട്ട്. പിന്നെ BJP സ്ഥാനാർത്ഥിയായിരുന്ന ഷാജുമോൻ വട്ടേക്കാട് 24,045 വോട്ട്, 15.65 വോട്ട്. പിന്നെ SDPI സ്ഥാനാർത്ഥിയായിരുന്ന ചന്ദ്രൻ തീയത്ത് എന്ന് പറഞ്ഞാൽ 1120 വോട്ട്. ഇതായിരുന്നു അവിടുത്തെ വോട്ടിംഗ് നില. അന്നത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 39,400 വോട്ട്. ഇവിടെ നമുക്ക് റൗണ്ട് ചെയ്ത് ഒരു 40,000 അടുത്തുള്ള ഭൂരിപക്ഷം തന്നെ പറയാം. അപ്പോൾ ഈ സംഖ്യ മനസ്സിൽ വെക്കാം. അടുത്തത് ഈ തവണത്തെ ഇലക്ഷൻ റിസൾട്ടാണ്. ഈ തവണ CPM സ്ഥാനാർത്ഥിയായിരുന്ന UR പ്രദീപിന് ലഭിച്ച വോട്ട് 64,827 വോട്ടാണ്. അതായത് മുമ്പ് അദ്ദേഹം തന്നെ മത്സരിച്ച സമയത്ത് 2016 തോന്നുന്നു, അന്ന് അദ്ദേഹത്തിന് കിട്ടിയത് 67,000 സംതിങ് വോട്ടാണ്. അത്ര പോലും കിട്ടിയിട്ടില്ല. ആകെ പോൾ ചെയ്ത വോട്ട് 1,56,426 വോട്ട്. കഴിഞ്ഞ തവണത്തേക്കാണ് 3,000 സംതിങ് വോട്ട് അധികം പോൾ ചെയ്തിട്ടുണ്ട്. അതിൽ 41.44% വോട്ട് UR പ്രദീപിന് ലഭിച്ചപ്പോൾ 33.64%, 52,626 വോട്ട്. അതായത് ശതമാനക്കണക്കിൽ ഏകദേശം 5%. വോട്ടിങ്ങിൽ മൊത്തം 9,000 വോട്ടിനടുത്തും രമ്യ ഹരിദാസിന് കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. 8,000 ചില്ലറ വോട്ട്, 8,500 വോട്ട് ഏകദേശം രമ്യ ഹരിദാസിന് കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. അതായത് 52,626 എന്നൊക്കെ പറഞ്ഞാൽ നല്ല മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഒരു വോട്ടാണ് ഈ 82,000 സംതിങ് എന്നൊക്കെ പറഞ്ഞാൽ. അതായത് ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു 3,000-4,000 വോട്ടിന് താഴെ വിജയിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ മുന്നിലെത്തിയ സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട വോട്ട് ഈ മണ്ഡലത്തിൽ രണ്ടാമതെത്തി രമ്യ ഹരിദാസിന് ലഭിച്ചിട്ടുണ്ട്. 53,000 വോട്ട്. അതായത് ഞാൻ പറഞ്ഞത് ത്രികോണ മത്സരം ഉണ്ടാകുന്ന ഒരു മണ്ഡലത്തിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട വോട്ട് ഇവിടെ രമ്യ ഹരിദാസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് BJPക്ക് ലഭിച്ച വോട്ടെന്ന് നോക്കാം. BJPക്ക് ഈ ഇലക്ഷനിൽ ലഭിച്ച 21.49% വോട്ട്. ശതമാനക്കണക്കിൽ ഏകദേശം 6% വർധനവ് BJP സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിട്ടുണ്ട്. 33,609 വോട്ട്. എണ്ണത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഏതാണ്ട് 9,500 വോട്ടിൻ്റെ വർധനവ് BJP സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ SDPI സ്ഥാനാർത്ഥി 1,120 വോട്ട് പിടിച്ച സമയത്ത് ഈ തവണ KK സുധീർ എന്ന മുൻ കോൺഗ്രസ്സുകാരനായിട്ടുള്ള DMK സ്ഥാനാർത്ഥി 3,920 വോട്ട് പിടിച്ചിട്ടുണ്ട്. അതായത് ഈ തോറ്റ രമ്യ ഹരിദാസും BJP സ്ഥാനാർത്ഥിയും ഈ സുധീറും അടക്കമുള്ള 3 പേരും പിന്നെ കഴിഞ്ഞ തവണത്തേക്കാളും ഏകദേശം പിടിച്ച വോട്ട് എന്ന് പറയുന്നത് പിന്നെ 18,000-19,000 വോട്ടാണ് ഏകദേശം പിടിച്ചത്. നോട്ടടക്കം നോക്കുകയാണെങ്കിൽ 20,000-ഓളം വോട്ട് CPMന് പ്രതികൂലമായിട്ട് അവിടെ കുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഭരണവിരുദ്ധ വികാരം ശരിക്കും ചേലക്കരയിൽ ഡിസ്കസ് ആയിട്ടുണ്ട്. ഒരു പരിധി വരെ ഡിസ്കസ് ആവാതിരിക്കാൻ LDF ശ്രമിച്ചെങ്കിലും അത് ഡിസ്കസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പാറ്റേൺ എന്ന് മനസ്സിലാകുന്നത്. കാരണം 85,000-നടുത്ത് വോട്ട് രാധാകൃഷ്ണൻ ലഭിച്ച സമയത്ത് 65,000-നടുത്ത് വോട്ട് മാത്രമാണ് പിന്നെ പ്രദീപിന് ലഭിച്ചത്. ഏതാണ്ട് 30,000 വോട്ടിൻ്റെ അടുത്ത് വ്യത്യാസം 20,000 വോട്ടോളം പ്രദീപിന് കുറഞ്ഞിട്ടുണ്ട്. ആ 20,000 വോട്ട് ഈ പറയപ്പെട്ട 3 സ്ഥാനാർത്ഥികൾക്ക് മാത്രമായിട്ട്, നോട്ട ഒഴികെ 3 സ്ഥാനാർത്ഥികൾക്ക് മാത്രമായിട്ട് വീതിച്ചു പോയിട്ടുണ്ട്. അതായത് രമ്യ ഹരിദാസിന് കിട്ടേണ്ടിയിരുന്ന തീർച്ചയായും സുധീർ എന്ന് പറഞ്ഞ മുൻ കോൺഗ്രസ്സുകാരൻ പിടിച്ച 4,000-നടുത്തുള്ള വോട്ടിൽ ഒരു 3,500 വോട്ടും പിന്നെ കോൺഗ്രസ്സുകാർക്ക് തന്നെ ആയിരിക്കും. രമ്യ ഹരിദാസിനോട് ദേഷ്യമുള്ള സുധീറിനോട് അടുപ്പുള്ള ആളുകളുടെ വോട്ടുകൾ തന്നെ ആയിരിക്കും ഈ സുധീർ പിടിച്ചത്. പിന്നെയുള്ള ബാക്കിയുള്ള വോട്ടുകളിൽ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും എന്ന് നമ്മൾ കരുതിയ വോട്ടിൽ നല്ലൊരു പങ്ക് അവിടത്തുകാരനായ അത്യാവശ്യം ഒരു നമ്മൾ പൊതുവെ BJPക്കാർക്കുള്ളൊരു ഇമേജ് നൽകിയ ഒരു വർഗീയവാദി ഇമേജ്, ആ ഒരു ഇമേജ് ഇല്ലാത്ത അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള K ബാലകൃഷ്ണനാണ് ഒരു പങ്ക് വോട്ട് പോയിട്ടുള്ളത്. പിന്നെ മറ്റൊരു പങ്ക് രമ്യ ഹരിദാസിന് പോയി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് CPM നേതാക്കന്മാർ എത്ര തന്നെ വാദിച്ചാലും ഈ ഭരണവിരുദ്ധ വികാരം ശരിക്കും ഈ മണ്ഡലത്തിൽ വോട്ടായിട്ടുണ്ട്. ഏത് മണ്ഡലത്തിൽ? പിന്നെ ചേലക്കര മണ്ഡലത്തിൽ. ആ വോട്ടുകൾ രമ്യ ഹരിദാസിന് അതിൻ്റെ ഈ നഷ്ടപ്പെട്ട 20,000-ൽ വീതിച്ചു പോയ 20,000-ൽ ഒരു 12,000 വോട്ടെങ്കിലും രമ്യ ഹരിദാസിന് അധികം ലഭിച്ചിരുന്നെങ്കിൽ വളരെ ചെറിയ ഭൂരിപക്ഷത്തിന് രമ്യ ഹരിദാസ് ജയിച്ചു കയറുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. അതാണ് ഈ
സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ കോൺഗ്രസ് നഷ്ടപ്പെടുകയത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു സ്ഥാനാർത്ഥിനെ കണ്ടെത്തി ഫീൽഡ് ചെയ്യുന്നുണ്ട്. കാരണം രമ്യ ഹരിദാസ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വിജയിച്ചു പോയതിനു ശേഷം ഏകദേശം 1,53,000 വോട്ടിനാണ് അവർ വിജയിച്ചിരുന്നത്. നമ്മുടെ UDF-കാരും കോൺഗ്രസ്സുകാരും എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കറിയുന്ന ഒരുപാട് കോൺഗ്രസ്സുകാർ അവിടെ ഉള്ളതും ഇവിടെ ഉള്ളതായിട്ടുള്ള കോൺഗ്രസ്സുകാരും ഒക്കെ പറയുന്ന പൊതുവെ ഉള്ളൊരു രമ്യ ഹരിദാസിനെ കുറിച്ചുള്ള വിലയിരുത്തൽ, രമ്യ ഹരിദാസ് ഒരു MP എന്നുള്ള നിലയിൽ വലിയൊരു പ്രവർത്തനം നടത്തിയില്ല, ജനങ്ങളിലേക്ക് ഇറങ്ങാൻ കൂടുതൽ സമയം കണ്ടെത്തിയില്ല എന്നുള്ളൊരു നെഗറ്റീവ് രമ്യ ഹരിദാസിനുള്ള സമയത്തും രമ്യ ഹരിദാസിനെ തന്നെ ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ച കോൺഗ്രസിന്റെ ഒരു പിഴവ് അവിടെ വ്യക്തമായി കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പാലക്കാട് മണ്ഡലത്തിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കോൺഗ്രസിന് ഞാൻ നൽകിയിരുന്നത് സ്ഥാനാർത്ഥി നിർണയമായിരുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ആ മികവ് വോട്ടാവുമെന്ന് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രമ്യ ഹരിദാസിന് പകരം മുൻപ് അവിടെ മത്സരിച്ചിരുന്ന തുളസിയോ അല്ലെങ്കിൽ ഇപ്പം അൻവറിന്റെ കൂടെ മത്സരിക്കുന്ന സുധീറോ മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ ചിത്രം മാറി ഞാൻ ചെറിയൊരു ഭൂരിപക്ഷത്തിന്, ഒരു 1000-1500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനെങ്കിലും ശക്തമായ മത്സരത്തിനൊടുവിൽ UDF-ന് വിജയിച്ച് കയറാവുന്ന ഒരു സാഹചര്യം, ശക്തമായ ഭരണവിരുദ്ധ വോട്ടുകൾ വിഘടിച്ചു പോകുന്നതിൽ, അത് പങ്കിട്ടു പോകുന്നതിലേക്ക് എത്തിക്കുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് ചാനലുകളിലൊക്കെ വന്ന ചർച്ചകളിലും പൊതുവെ പറയുന്ന ഒരു കാര്യം. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് തന്നെയാണ്. ഒരു പക്ഷേ രമ്യ ഹരിദാസിന് പകരം രമ്യ ഹരിദാസ് ഒരിക്കലും മോശം സ്ഥാനാർത്ഥിയല്ല, നല്ല സ്ഥാനാർത്ഥിയാണ്, നല്ല ക്യാരക്ടറുള്ള ആളാണ്. പക്ഷെ ഒരു MP എത്രത്തോളം ക്യാരക്ടറുള്ള ആളാണെങ്കിൽ എന്ത് നല്ല ക്യാരക്ടറുള്ള ആളാണെന്ന് പറഞ്ഞാലും ഭരണത്തിൽ കാണിക്കുന്ന ഒരു മികവ് അത് നിർണായകമാണ്. ഏതൊരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ കാണിക്കുന്ന മികവ് വളരെ നിർണായകമാണ് അടുത്തുള്ള ഇലക്ഷനിൽ. അതിവിടെ രമ്യ ഹരിദാസിന് പ്രതികൂലമായി ബാധിച്ചു എന്ന് വേണം കരുതാൻ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പക്ഷേ കോൺഗ്രസ് കുറച്ചുകൂടെ ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ ഈ BJP-ക്ക് പോയിരുന്ന വോട്ടുകളും അതുപോലെ നമ്മുടെ DMK സ്ഥാനാർത്ഥിയായിട്ട് വന്ന സുധീർ പിടിച്ച വോട്ടുകളൊക്കെ ഒരു പക്ഷേ കോൺഗ്രസിന് തിരിച്ചു പിടിച്ച് ചെറിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറാവുന്ന ഒരു സിറ്റുവേഷൻ ഈ ചേലക്കര മണ്ഡലത്തിൽ ഉണ്ടായേനെ. അപ്പം ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് എത്ര കണ്ട് പറഞ്ഞാലും അത് ഉണ്ട് എന്നത് 100% ഉറപ്പാണ്. ഇനി ഇല്ലാന്ന് വിശ്വസിച്ച് നിങ്ങൾ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഇലക്ഷനുകളൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടിയിലേക്ക് CPM പാർട്ടി പോകുമെന്നത് 100% ഉറപ്പാണ്. അപ്പോൾ വലിയ രീതിയിൽ വർഗീയതൊന്നും ചർച്ച ചെയ്യാത്ത ഒരു ഏരിയ ആയതുകൊണ്ട്, ചേലക്കര അങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഈ ഭരണവിരുദ്ധ വികാരം മാത്രം അവിടെ കൂടുതൽ വോട്ടായി മാറിയത്. ഒരു പരിധി വരെ അതിനെ പിടിച്ചു നിർത്താൻ CPM ശ്രമിച്ചതുകൊണ്ട് മാത്രം അവരുടെ സംഘടനാ സംവിധാനവും മറ്റും യൂസ് ചെയ്ത് അവരുടെ പാർട്ടി വോട്ടുകൾ മാക്സിമം ആക്കുകയും ചെയ്തു. അതിന് കൂടെ തന്നെ ഈ ഭരണവിരുദ്ധ വികാരം കൂടുതൽ ഡിസ്കസ് ആവാത്ത രീതിയിൽ അവരവിടെ പ്രവർത്തനം നടത്തുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ മോശമില്ലാത്തൊരു ഭൂരിപക്ഷത്തിൽ UR പ്രദീപ് എന്ന സ്ഥാനാർത്ഥി CPM-ന്റെ ഉറച്ച കോട്ടയിൽ മുൻപ് 40,000 വോട്ടിനൊക്കെ ഈ രാധാകൃഷ്ണൻ വിജയിച്ച സ്ഥലത്ത് അദ്ദേഹം വിജയിച്ച് കയറിയത് എന്നുള്ളത് ഒന്ന് ഓർമ്മിക്കുന്നത് നന്നാവും. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറഞ്ഞുള്ളത് യഥാർത്ഥത്തിൽ വെറുതെ ഒരു ന്യായീകരണം മാത്രമായി പോകുമെന്ന് ഞാൻ ഓർമ്മിച്ചു കൊള്ളട്ടെ. ഏതായാലും നമുക്ക് അടുത്ത മണ്ഡലത്തിലേക്ക് നോക്കാം. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാട് മണ്ഡലമാണ്. പാലക്കാട് മണ്ഡലം ഞാൻ പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു 5,000-നും 10,000-നും ഇടയിലുള്ള വോട്ടിന് വിജയിച്ച് കയറും എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് ഞാൻ പറയാൻ കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ സ്വന്തം നിലയിലുള്ള ഒരു പ്രഡിക്ഷനോ സ്വന്തം നിലയിലുള്ള ഒരു വിശകലനമോ അല്ല ഞാൻ നടത്താറുള്ളത്. പൊതുവെ ചാനലുകളിലുള്ള പ്രധാനപ്പെട്ട ഡിസ്കഷനും മറ്റുള്ള ഓൺലൈൻ ചാനലുകളിലൊക്കെ വന്ന വാർത്തകളും കാര്യങ്ങളും അവരുടെ ഒപ്പീനിയനും ഒക്കെ യഥാർത്ഥത്തിൽ കണ്ടതിന് ശേഷം അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വിശകലനവും മൊത്തത്തിലൊരു അപഗ്രഥനവും അതിൻ്റെ എല്ലാം കൂടെ ഉള്ള ഒരു മൊത്തത്തിലുള്ളൊരു പ്രഡിക്ഷനാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഡബിൾ ഭൂരിപക്ഷമാണ് ഏകദേശം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയത്. പാലക്കാട് മണ്ഡലത്തിൽ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയിച്ച് കയറിയത്. ഇനി നമുക്ക് അവിടുത്തെ ഇലക്ഷൻ സ്റ്റാറ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആകെ പോൾ ചെയ്തത് 1,38,120 വോട്ടാണ്. ശതമാനക്കണക്കിൽ നോക്കുമ്പോൾ 70.93%, 5% കുറവുണ്ടെങ്കിലും
മൊത്തം പോൾ ചെയ്ത വോട്ടിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാന്ന് ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഏകദേശം 1,38,120 വോട്ടാണ് ഇവിടെ പോൾ ചെയ്തത്. അതിൽ 44.27%, 58,389 വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയപ്പോൾ കൃഷ്ണകുമാർ 28.63%, 39,549 വോട്ട് കൃഷ്ണകുമാർ നേടി. ഡോക്ടർ പി സരി 27%, 37,293 വോട്ട് ആണ് ഈ 3 സ്ഥാനാർത്ഥികളെ നില എന്ന് പറയുന്നത്. മാർജിൻ ഓഫ് വിക്ടറി ഭൂരിപക്ഷം എന്ന് പറയുന്നത് 18,840 വോട്ട്, ഏകദേശം 19,000 തന്നെ നമുക്ക് റൗണ്ട് ചെയ്ത് പറയാം. അപ്പം ഞാൻ അവിടെ എൻ്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ പറയുന്നത് 5,000-നും 10,000-നും ഇടയിലുള്ള വോട്ടിന് നിശ്ചയമായും രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്നും എന്തെങ്കിലും അടിയൊഴുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം വർദ്ധിക്കാൻ തീർച്ചയായും കാരണമാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കണക്കുകൂട്ടൽ പ്രകാരം ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ചാനലുകളിലുള്ള ചർച്ചകളിലൊക്കെ ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ഈ BJPക്ക് മുനിസിപ്പാലിറ്റി ഏരിയയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 6,000 വോട്ടിൻ്റെ ലീഡ് പിന്നെ അന്നത്തെ മെട്രോമാനായിരുന്ന ശ്രീധരന് കിട്ടിയ അത്ര വോട്ട് കിട്ടില്ല എന്നും ഒരു 2,500 വോട്ട് ലീഡിലേക്ക് BJP ചുരുങ്ങുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ എൻ്റെ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കിക്കൊണ്ട് ആ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് നേടുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. 4,500 വോട്ടിനടുത്ത് ലീഡ് പിന്നെ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ നേടി. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള മൊത്തം ഭൂരിപക്ഷത്തിൽ വലിയ ഒരു ചലനം ഉണ്ടാക്കാൻ കാരണം BJP പിടിക്കും എന്ന് കരുതിയിരുന്ന വോട്ടുകൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പിടിച്ച സമയത്ത് BJPക്ക് മുമ്പുണ്ടായിരുന്ന ലീഡിൻ്റെ അപ്പുറത്തേക്ക് 4,000-ഓളം വോട്ടുകൾ അധികം ഈ UDF സ്ഥാനാർത്ഥി പിടിച്ചു. അന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ 24,000 സംതിങ് വോട്ട് UDF പിടിച്ച സ്ഥാനത്ത് ഇത്തവണ 31,787 വോട്ട്, ഏകദേശം 6,000-7,000 വോട്ടിലധികം വോട്ട് UDFന് വർദ്ധിച്ചപ്പം NDAക്ക് ഏകദേശം 7,000-ഓളം വോട്ട് കുറഞ്ഞു. പിന്നെ കുറയുന്ന സാഹചര്യമാണ് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായത്. പിരായിരി പഞ്ചായത്തിലേക്ക് പോയാൽ പതിവ് പോലെ തന്നെ UDFന് ഗണ്യമായ ലീഡ് കൊടുത്തൊരു പഞ്ചായത്തായി പിരായിരി മാറി. ഏകദേശം പോൾ ചെയ്ത വോട്ടിൽ അവിടുത്തെ മൊത്തം വോട്ടിൻ്റെ 50%-ലധികം വോട്ടും UDF സ്ഥാനാർത്ഥിക്ക് കിട്ടി. അവിടെ മാത്രമേ UDF സ്ഥാനാർത്ഥിക്ക് 7,000-ലധികം ലീഡ് നേടാൻ സാധിച്ചു. പിന്നീട് വന്ന മാത്തൂരും കണ്ണാടിയിലൊക്കെ NDA സ്ഥാനാർത്ഥിനെ അപേക്ഷിച്ച് 2,000 വോട്ടുകൾ വെച്ച് ലീഡ് നേടിയപ്പോൾ മൊത്തം 18,000-ന് മുകളിൽ 19,000-ന് ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് കയറുന്ന ഒരു സിറ്റുവേഷനാണ് പാലക്കാട് മണ്ഡലത്തിലുണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്, പക്ഷേ ഇത്രത്തോളം മനോഹരമായ ഇത്രത്തോളം വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ച് കയറും എന്നുള്ളത് ഒരു പക്ഷേ പല കോൺഗ്രസ്സുകാർ പോലും പിന്നെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിലൊക്കെ ഉണ്ടായത് പ്രധാനമായിട്ടും ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രത്തോളം ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും അത് നല്ല രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പിലും മുൻപുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലും എല്ലാം അത് നല്ല രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ BJP ഇത്രത്തോളം ശക്തമായൊരു സ്ഥലത്ത് കോൺഗ്രസ് ഇത്രത്തോളം കയറി വരണമെങ്കിൽ അതിന് നല്ല രീതിയിൽ സഹായകമായത് ഈ ഭരണവിരുദ്ധ വികാരം ഒന്ന് തന്നെയാണ്. അത് ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന BJPക്കെതിരെയുണ്ട്, കേരളം ഭരിക്കുന്ന CPM-നെതിരെയും ആ ഭരണവിരുദ്ധ വികാരം പാലക്കാട് മണ്ഡലത്തിൽ അത് വ്യക്തമായി കണ്ടു എന്നുള്ളത് തന്നെയാണ് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള സ്ഥാനാർത്ഥിനെ അവിടെ ഫീൽഡ് ചെയ്ത സമയത്ത് തന്നെ, അവിടെ നിശ്ചയിച്ച സമയത്ത് തന്നെ ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞതാണ്. കാരണം ഈ 3 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ആരാണ് ഏതൊരാളോട് കണ്ണടച്ച് ഇനി അവിടെ ഞാൻ മുമ്പ് പല ഓൺലൈൻ ചാനലുകളിലൊക്കെ ഈ പിന്നെ പബ്ലിക് ഒപ്പീനിയൻ അവർ എടുക്കുന്ന സമയത്ത് 200 ആൾ ഒപ്പീനിയൻ എടുത്താലും 120-130 ആളും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചതാണ്. അത് മാത്രമല്ല, അവിടെ CPM-കാരായിട്ടുള്ള വോട്ടർമാർ പോലും ഞാൻ CPM-കാരനാണ്, പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് വിജയിക്കാൻ സാധ്യത, വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നവർ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ഫീൽഡ് ചെയ്ത അവിടെ സ്ഥാനാർത്ഥികളായിട്ട് വന്ന 3 സ്ഥാനാർത്ഥികളിൽ ജനങ്ങൾ ആദ്യമേ ഒരു ബോധ്യത്തിലെത്തിയിട്ടുണ്ട്. ഏറ്റവും നല്ല സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ളൊരു ബോധ്യം അവിടെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. ഈ സ്ഥാനാർത്ഥി നിർണയം എന്നത് കോൺഗ്രസിന് വലിയ പോസിറ്റീവ് കൊടുത്തൊരു കാര്യമാണ്. കാരണം
ഇന്ന് കേരളത്തിൽ ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവുകൾ പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിനോളം അത്രത്തോളം മികച്ച ഒരു യുവ നേതാവ് കേരളത്തിൽ ഇന്നുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. കാരണം പിന്നെ ഇത്രത്തോളം ഭരണത്തിനെതിരെയും ഈ ഭരിക്കുന്ന സർക്കാരിനെതിരെയും അല്ലാതെയും ഒക്കെ സമരങ്ങളിലും സോഷ്യൽ മീഡിയയിലും പിന്നെ മറ്റുള്ള ചാനലുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായി പഠിച്ച് പിന്നെ സംവാദം നടത്തുന്ന ഒരാൾ എന്നുള്ള നിലക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിക്കും നല്ല രീതിയിൽ യൂത്തിനിടയിൽ, പ്രത്യേകിച്ച് യൂത്തിനിടയിൽ നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യം തന്നെ സാധിച്ചു. അത് തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിൽ UDFന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് ശരിക്കും വ്യക്തമാക്കുന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം ചെന്ന് നിന്നത്. പാലക്കാട് മണ്ഡലത്തിൽ മുമ്പ് ഷാഫി പറമ്പിൽ നേടിയ 17,000 ചില്ലാണത്തിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷം 18,840 എന്ന വലിയ റെക്കോർഡിലേക്ക് മാറ്റിയെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചു. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷത്തിൻ്റെ വലിയൊരു ശബ്ദമായി നിയമസഭയിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് കയറാതിരിക്കാൻ എന്തൊക്കെ രീതിയിൽ CPM BJPയും പയറ്റിയോ അതൊക്കെ അവർക്ക് ബൂമറാങ്ങാവും എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് നിയമസഭയിൽ ഉണ്ടാവണം എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. അതിന് എത്രത്തോളം കുപ്രചരണങ്ങൾ നടത്തിയാലും അത് തിരുത്താൻ ഒരാൾക്കും സാധിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൽ നിന്ന് വ്യക്തമായി. ഈ പറയപ്പെട്ട പല സ്ഥാനാർത്ഥികളും പിന്നെ വിജയപ്രതീക്ഷകൾ പങ്കുവെച്ചെങ്കിലും വളരെ കാമായിട്ട് കൃത്യമായിട്ട് കണക്കുകളോട് കൂടി വിജയപ്രതീക്ഷ പങ്കുവെച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും UDF MPമാർ വരുന്ന കണക്കുകളടക്കം ഇന്ന സ്ഥലത്ത് ഇത്ര വോട്ട്, ഇന്ന സ്ഥലത്ത് ഇത്ര വോട്ട്, മുനിസിപ്പാലിറ്റിയിൽ വരെ ലീഡ് ചെയ്യുമെന്ന് വ്യക്തമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയും ചെയ്തിരുന്നു. പക്ഷെ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ കൂടുതൽ വോട്ട് ഈ പറയപ്പെട്ട നഗരസഭ ഏരിയയിൽ നേടാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചിടത്താണ് ഈ വിജയത്തിൽ ഇത്രത്തോളം വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പ്രധാനമായി മാറിയതെന്നുള്ളത് ഓർക്കുക. അപ്പോൾ വിജയിച്ച 3 സ്ഥാനാർത്ഥികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ ശ്രമിക്കാം. അപ്പോൾ എൻ്റെ വിശകലനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 മണ്ഡലങ്ങളിൽ UDF ജയിച്ചു. ഒരു മണ്ഡലത്തിൽ LDF ജയിച്ചെങ്കിലും അവിടെ ഉണ്ടാവാൻ ആ LDF ജയിക്കാനുണ്ടായ കാരണവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.